എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന 10ാം ക്ലാസ്സിലത്തെ ICT ടെക്സ്റ്റ് ബുക്കിൽ ജിയോജീബ്ര എന്ന സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യാം. ആദ്യം ഷോ ആപ്ലിക്കേഷൻസ്. ഇനി നമ്മൾ അടിക്കാൻ പോകുന്നത് ജിയോ ജി അടിക്കുമ്പോൾ തന്നെ നമുക്ക് ജിയോജീബ്ര കാണുന്നു. ക്ലിക്ക് ചെയ്യുക. ഒരു വിൻഡോ ഇപ്പോൾ ഓപ്പണായി വരും. ജിയോജീബ്ര എന്ന് വെച്ചാൽ ജിയോമെട്രിയും ആൽജിബ്രയും കൂടി ചേർന്നാണ് ജിയോജീബ്ര എന്ന പദം ഉണ്ടായത്. നമുക്ക് കാണാം ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നു. ഇനി നമ്മൾ അതിനെ മാക്സിമൈസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഓരോരോ ടൂൾസിനെ പരിചയപ്പെടാം. ഇത് മൂവ് ടൂൾ. ഇതിൻ്റെ ഉപയോഗം നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാൻ വെച്ചാൽ ഈ ക്യാൻവസിൻ്റെ ലൊക്കേഷൻ നമ്മൾ മാറും. നെക്സ്റ്റ് ടൂൾ ആണ് പോയിന്റ് ടൂൾ. പോയിന്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു പോയിന്റ് വരുന്നത് കാണും. ഇവിടെ ആൽജിബ്ര പാനലിൽ നമുക്ക് കാണാം ആ ഒരു പോയിന്റിൻ്റെ ലൊക്കേഷൻ. ഇപ്പോൾ ഒരു പോയിന്റ് കൂടി നമ്മൾ ഇടുന്നു. ഇനി നെക്സ്റ്റ് ടൂൾ ലൈൻ ടൂളാണ്. ഇവിടെ ഇങ്ങനെ ഈ ഒരു ചെറിയ ട്രയാങ്കിളിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കാണാം ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാം. അതിലത്തെ രണ്ടെണ്ണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് ലൈൻ ടൂളും സെഗ്മെൻറ്റ് ടൂളും. ആദ്യം ലൈൻ ടൂൾ എന്താണെന്ന് നമുക്ക് പഠിക്കാം. ലൈൻ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഒരു ലൈന് വരയ്ക്കാനായി ഒരു പോയിന്റ് ആദ്യം ഇട്ടിട്ട് നേരെ വേറൊരു പോയിന്റിൽ വരയ്ക്കുമ്പോൾ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഒരു ലൈൻ ഉണ്ടാവുന്നു. ഇവിടെ ഇങ്ങനെ നമുക്ക് ആൽജിബ്രൻ്റെ വ്യൂവിൽ കാണാം. അതിൻ്റെ ഇക്വേഷൻ ഇവിടെ തന്നിരിക്കുന്നു. ഇനി വീണ്ടും ആ ചെറിയ ട്രയാങ്കിളിൽ ക്ലിക്ക് ചെയ്തിട്ട് സെഗ്മെന്റ് ടൂളിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു പോയിന്റും കൂടി ക്ലിക്ക് ചെയ്യാൻ വെച്ചാൽ ഒരു സെഗ്മെന്റ് ഉണ്ടായിരിക്കുന്നു. അതിൻ്റേതും ഇവിടെ കാണാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിന്റ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സർക്കിൾ നമുക്ക് കാണാം. വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ആയിട്ടൊരു പുതിയ പോയിന്റ് വരും. അതാണ് സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിന്റ്. ഇനി നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് ഇവിടെ ഡിലീറ്റ് എന്ന് കാണാം. ഇനി ഇൻപുട്ടാണ്. ഇവിടെ താഴെ ഇങ്ങനെ ഇവിടെ ഒരു ഇൻപുട്ട് എന്നൊരു ബാർ ഉണ്ടാവും. ആ ബാറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻസ് ടൈപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ n ബ്രാക്കറ്റിൽ 1,2 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു n എന്നൊരു പോയിന്റ് 1,2 വരുന്നതായി നമുക്ക് കാണാം. ഇനി നമ്മൾ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരുപാട് ഇക്വേഷൻസ് എഴുതാം. y = ഒരു ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് കാണാം ഒരു ലൈന് ഈ 2 എന്നൊരു ആക്സിസിൽ പോകുന്നത് നമുക്ക് കാണാം. ഇനി x = y എന്നൊരു വേറൊരു ഇക്വേഷൻ നമുക്ക് നോക്കാം. നമുക്ക് കാണാം ഒരു ലൈന് വന്നിരിക്കുന്നു. ഇനി നമ്മൾ ഈ ആൽജിബ്ര വിൻഡോ വന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിക്കാം. നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ആൽജിബ്ര വിൻഡോ കാണുന്നില്ല. ഇനി വ്യൂ ഈ ആൽജിബ്ര എന്ന ഒരു ടിക്ക് ചെയ്യണം.
നമുക്ക് കാണാം അവിടെ ആൽജിബ്ര വ്യൂ വന്നിരിക്കുന്നു. ഇനി നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നു. ആദ്യം ഫയൽ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സേവ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഇനി നമ്മളുടെ ഇഷ്ടം എന്താണ് പേര് കൊടുക്കുന്നത്? ജിയോ ജിബ്ര. ഇനി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സേവ് ചെയ്യാം. ഞങ്ങൾ സേവ് ചെയ്യാൻ പോകുന്നത് ഡെസ്ക്ടോപ്പിലാണ്. ഇനി സേവ്. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് നോക്കുമ്പോൾ ഇതാ ഇവിടെ വന്നിരിക്കുന്നു ആ ഒരു ഐക്കോൺ. ഇനി ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ജിയോ ജിബ്രൻ്റെ വിൻഡോ ഓപ്പൺ ആയി വരും. അപ്പോൾ അത് വന്നിരിക്കുന്നു. നമ്മൾ ചെയ്ത ജിയോ ജിബ്ര ഫയൽ വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ജിയോ ജിബ്ര മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.